ഹലോ ഗായ്സ്, അപ്പം എൻ്റെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നറിയാവുന്ന ഞാൻ വീക്യൂവേഴ്സിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് വെഹിക്കിൾ മാസ്റ്റർ. നമുക്ക് എന്തായാലും ഗെയിം തുടങ്ങാം. അന്ന് ഞാൻ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗെയിം വീഡിയോ ഒക്കെ ഇടുമെന്ന്. അപ്പോൾ എന്താ പിടിച്ചു, സോറി, എന്താന്ന് പോയി എന്തെങ്കിലും ആവട്ടെ. നമുക്കെന്തായാലും കളി തുടങ്ങാം. ഈ കളി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി ഓടിക്കോളും. പിന്നെ ഈ സ്റ്റിയറിംഗ് വളക്കാൻ, ഇങ്ങോട്ട് വളക്കാൻ, പിന്നെ ഇവിടെ ഡ്രൈവ് റിവേഴ്സ് ഉണ്ട്. റിവേഴ്സ് പിടിച്ചേക്കാൻ ബാക്കിൽ പോവും, ഡ്രൈവ് പിടിച്ചേക്കാൻ മുമ്പിലോട്ടും പോവും. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ടാക്സിയുടെ മേളിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കണ്ട ഇതാണത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പല വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. ഈ വണ്ടി പിന്നെ റോഡിൽ കൂടി പോകുന്ന ആൾക്കാരെ ഇതുപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ചേച്ചി, പിന്നെ കാറിൻ്റെ സൈസൊക്കെ ചേച്ചീൻ്റെ സൈസ് നോക്കി നല്ല വഴിയിൽ പോകുന്ന ആൾക്കാരെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെവൽ ഫെയിലാവും. നമുക്ക് എന്തായാലും ഒന്നും കൂടി കളിച്ചാൽ. ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട്, അവിടെ ഒന്നും തട്ടാൻ പാടില്ല. പക്ഷെ ഇവർ വഴി മാറുന്നില്ലൊന്നും. പിന്നെ ഞാൻ എന്താ ചെയ്യുക? കണ്ടോ, ഒരു വഴി മാറൂല. ഞാനിന്ന് എന്താ ചെയ്യുക? പിന്നെ ഞാനിത് കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എത്രാമത്തെ ലെവലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതുപോലത്തെ ഗെയിമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറ. ഇതൊരു മൊബൈൽ ഗെയിമാണ്, അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഈ ഒരു വണ്ടി ഇടണമെന്നാണ് ആഗ്രഹം. ഇത്രയും വണ്ടികൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും വണ്ടി ഞാൻ എടുത്തതാണ്. ഇത്രയും ഒക്കെ ഞാൻ എടുത്തതാണ്. ഇനി ഈ ഒരു ട്രെയിൻ 546 സ്റ്റാർ വേണം. ഇവിടെ കറക്കണുണ്ട് ഈ സ്റ്റാർ, ആ സ്റ്റാർ നമുക്ക് വേണ്ടത്. ഇതുപോലത്തെ വണ്ടിയൊക്കെ ഉണ്ട്, വഴുതനങ്ങയും ക്യാരറ്റൊക്കെ കൊണ്ടുപോകണം. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, ഒരു ജിയോമെട്രി ഡാഷ് എന്നാണൊരു ഗെയിം. അത് അപ്ലോഡ് ആയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എപ്പോൾ അപ്ലോഡ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഗെയിമിൻ്റെ പ്രത്യേകതയാണ് ഇതുപോലെ നമുക്ക് പല വണ്ടി ഓടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ കുറേ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ടാൽ മതി. ഇതാണ് പ്രത്യേകിച്ച്, ഇതിനകത്ത് കുറൊന്നുമില്ല. ഇത് തന്നെ ഓക്കെ. അപ്പോൾ ഇതിനെ മേളിലേക്ക് കൊണ്ടുപോയിടാം. അപ്പോൾ ചതഞ്ഞ് പോകാൻ നോക്കാമല്ലോ. പോയി പൊട്ടിപ്പോയി. ഇത്രയൊക്കെ വെയിറ്റ് ചെയ്യണം ഇനി കണ്ടാ പറയൂല കേട്ടാ. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കിത് ഒട്ടും ഇഷ്ടമില്ലാത്ത വണ്ടി ഇതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഇതാണ്. ഇതേ ഡ്രൈവറില്ലാണ്ട് പോണ വണ്ടി കണ്ടാ. സ്റ്റിയറിങ് അപ്പോഴും തിരിയണം. അയ്യോ, മറ്റേ ലൈബ്രറി അല്ല, മറ്റേ ഇതൊക്കെ വരില്ലേ, എന്താ അതിൻ്റെ പേര്, എന്തോ ഒരു സാധനം ഇതൊക്കെ വരുമ്പോൾ കൊണ്ടുപോയ സ്ഥലത്തെടുത്ത് വെക്കണില്ലേ, അതുപോലത്തെ വണ്ടിയാണിത്. എന്നാലും ഇതിങ്ങനെ പൊക്കിയിട്ട് കുറച്ച് താത്ത് അതിന് പോവാം. എന്നാലും ഇങ്ങനെ ഒയ്യോ, ഒന്നെടുത്തപ്പോൾ വേറെ കുറേ എണ്ണം. അപ്പം ഇതെല്ലാം കൂടെ പൊട്ടിച്ചത്. ഇതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പം എടുത്തേക്കൊന്ന് ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് ലക്കി ക്യാപ്സ്യൂൾ വരും. അത് നമ്മുടെ ഷെയറിട്ടിട്ട് നമുക്ക് ഓരോ റിവാർഡ് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ നടുക്കത്തെ റിവാർഡ് നമുക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യാം. കാശാണ് കിട്ടിയത് 500 രൂപ. എൻ്റെ കയ്യിലിപ്പോൾ 1009 അല്ല എത്രയുണ്ട്. ഈ സാധനമൊക്കെ ഉണ്ട്, സ്റ്റിയറിങ്ങിൽ ഇടാൻ പറ്റുന്നതാണ്. ഇത് ഒരു സൈഡിൽ, ഇത് മറ്റേ സ്വീഡൻ്റെ ആണോ അതോ സ്വിറ്റ്സർലാൻഡിലെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. കണ്ടിട്ട് സ്വീഡൻ്റെ പോലെ ഉണ്ട്. ഐസ്ലാൻഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊരു കഷ്ടമാണ് പരസ്യം. ഒരു ആപ്പിളിൻ്റെ പരസ്യം വന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. നമുക്കെന്തായാലും ഇതൊന്ന് എടുത്ത് വെക്കാം. അതേ വണ്ടി തന്നെയാണ് നമുക്ക് വീണ്ടും വന്നേക്കുന്നത്. നമുക്കതായത് ഇതൊന്ന് എടുക്കാം. ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അന്നേരം ഇതുകൊണ്ട് ഇവിടെ വെക്കാം. ഇവിടെ ഇടുന്നു, അത് ഇവിടെ തന്നെയാണ്.
ഞങ്ങൾക്ക് ഇവിടെ വെക്കാം എന്തായാലും. പിന്നെ എന്താ ചെയ്യണ്ടേ? പോ. ആ ഇവിടെ ഉണ്ടല്ലേ സാധനം. അപ്പം ഇത് ഏത് എടുക്കണ്ടേ? അപ്പം അതവിടെ ഇല്ലേ? അയ്യോ, നമ്മൾ വെച്ച സ്ഥലം മാറിപ്പോയി. ഇതവിടെയും അത് ഇവിടെയായിരുന്നു വെക്കേണ്ടത്. സ്ഥലം മാറിപ്പോയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി എടുക്കാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റണേ ഭാഗ്യം. അയ്യോ, പൊന്തല്ല. ശരി, ബാക്കിലോട്ടൊന്ന് പൊന്ത്. ഇതെടുക്കാൻ പറ്റില്ല ഗൈസ്. എന്തായാലും നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. ഞാനത് എന്തൊക്കെ വിചാരിച്ചു. എന്ത് കഷ്ടമാണല്ലേ. നമുക്ക് ആദ്യം ഇതെടുക്കാം. ആദ്യം എടുക്ക് റിവേഴ്സ് എടുക്കൊന്നു പൊക്ക്. ഭാഗ്യം ഇതൊന്ന് പൊങ്ങി. ഇതും ഉണ്ടേ ഇവിടെ വെക്കാം. ഇനി ബാക്ക് എടുക്കാം. ബാക്കോ എന്തൊന്നും വരാത്ത. ഇനി അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്യണോ? ശരി, അങ്ങനെ ആവട്ടെ. സാധനങ്ങൾ മാറ്റി വെക്കും. ഓട്ടം കളിക്കണം. എന്തായാലും നമുക്ക് ഇതന്നെ എടുക്കാം. ഇത് വീണില്ലാകായി. എന്ത് കഷ്ടമുണ്ടത്. ഓക്കെ, നമുക്ക് എന്തായാലും വേണ്ടി ഇത് ലാസ്റ്റ് ട്രൈ ആണ്. ഇത് കൂടിപ്പോയാൽ 10 മിനിറ്റ് ഉണ്ടാവുള്ള വീഡിയോ, കാരണം 5 മിനിറ്റും ഇത് തന്നെയാണ്. എന്തായാലും നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം. നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണം. കണ്ട, ഇതുപോലെ ഇവിടെ വെക്കാം. ഇത്രേ ഉള്ളൂ. കണ്ട, ഇപ്പം ആ സാധനം എടുത്ത് വെക്കാനമാര് പറഞ്ഞു, പൊട്ടമാര്. ഇനി ഞാൻ ഈ സാധനം കൊണ്ടേ അവിടെ വെക്കണം. ആദ്യം ഇത് തന്നെയല്ല ഞാൻ ചെയ്ത്, ഒന്ന് തിരിഞ്ഞു പോയെന്നല്ലേ ഉള്ളൂ. കഴിഞ്ഞാണ്. ഇതിനകത്ത് ഇവന്മാർ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ എന്തായാലും നമ്മളെ കയ്യിൽ 2000 രൂപ ഉണ്ട് ഇപ്പം അല്ലേ. നമ്മളങ്ങനെ ബസ് ഓടിച്ചിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലെത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റേ സ്ഥലമല്ലേ, ഞാനിപ്പോൾ വണ്ടി കയറ്റി കൊണ്ടുപോയ സ്ഥലം. അവിടുത്തെ പെട്ടിയാണ് തോന്നണം, എല്ലാം നശിപ്പിച്ചത്. പക്ഷെ എന്ത് പവറാണ്ട് ഈ സാധനത്തിന്. ഒരു ബസ് വന്ന് ഇടിച്ചിട്ട് ഒരു അനങ്ങാനുള്ള. നമുക്ക് കുറച്ച് സ്പീഡ് വന്നിരിക്കുക. പറ്റിച്ചേ. എൻ്റെ ബാലൻസിങ് കണ്ട, കൺട്രോളിങ് കണ്ട വണ്ടീൻ്റെ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എല്ലാവരും കയറി. അല്ല, ഒരാൾ കയറിയിട്ടില്ല. ഒരു മഞ്ഞപ്പാൻ്റെ അവിടെ നിൽക്കണ്ടായി. മഞ്ഞല്ല, ചുമപ്പാൻ്റെ ഇവിടെ അല്ലേ. കയറിക്കോ. ഫോർട്ട് കൊച്ചി കരിപ്പാലം അല്ല, കരിപ്പാലം അല്ല, ഫോർട്ട് കൊച്ചി എറണാകുളം കരിപ്പാലം. ശേ, നേരെ ബസ് കണ്ടക്ടറാവാൻ യോഗ്യതനാണോ? എന്തായാലും നിങ്ങൾ പറയും. എന്തായാലും നമുക്ക് നോക്കാം. ഫോർട്ട് കൊച്ചി എറണാകുളം ലുലുമാൾ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം. എന്തുകൊണ്ട് കേട്ടോ, ഇത് വേണ്ട. ഇത് കൊള്ളാം. ഇതൊരെണ്ണം മനസ്സിലാക്കാം. ഇടക്കിടക്ക് തിന്നാലോ. എനിക്ക് ഈ ഒരു സാധനം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കാറ്റാണ്. ഇതെങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ വല്ല ഗിയർ ആറ്റാൻ വരുമ്പോൾ കൈ എടുത്ത് വെച്ചാൽ മതി, അപ്പം തന്നെ കീറിപ്പോയിക്കോളും. അപ്പം നമുക്ക് വീണ്ടും ഫയർ എഞ്ചിൻ കിട്ടി ഗൈസ്. പോന്ന് അഞ്ചമാരിയാ കൂടെ ഇതുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കെട്ട് കയറല്ലേ. വേഗം ഇത് തോണത് ഇറക്കത്തിൽ ഹാൻഡ് ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കണം. പോ എന്ത് സ്ലോ ഉണ്ടത്. വീണ്ടും അതേ സ്ഥലം തന്നെ കത്തുപിടിച്ചേക്കണത്. വൗ, വളരെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.
ടേക്ക് കെയർ.